ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട പുതിയ നിയമനങ്ങൾ, പുതിയ പദവികൾ, കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെ ഒരു സജഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കമൻറ്റിലൂടെയും അതുപോലെ തന്നെ ഉം, ആ, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ എനിക്ക് കുറേ മെസ്സേജൊക്കെ അയച്ചു. എന്തായാലും ഇങ്ങനെ തുടങ്ങണം. അപ്പോൾ എല്ലാവരും പറഞ്ഞ സജഷൻ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. ഞാൻ ശരിക്കും ചിന്തിച്ചത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം, പിന്നെ കറണ്ട് അഫയേഴ്സ്, ഈ മൂന്നെണ്ണമായിരുന്നു മെയിൻലി ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞതൊന്ന് കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, വൈ നോട്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ തന്നെ തുടങ്ങാം. പിന്നെ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. നിങ്ങളിങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ ശരിക്കും ഇങ്ങനെ ഞാൻ മുൻപത്തെ വീട്ടിൽ പറഞ്ഞ പോലെ അത്രയും നല്ല റെസ്പോൺസൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഒരു ഇത് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്ന ഒരാൾക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം എനിക്കൊന്നും ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എത്ര തിരക്കാണെങ്കിലും ഇങ്ങനൊരു വീഡിയോ ഇടണം, അല്ലെങ്കിൽ ഇങ്ങനൊരു സീരീസ് തുടങ്ങണം എന്ന് ഞാൻ ചിന്തിച്ചത് കേട്ടോ. അപ്പം നമുക്ക് ഇനി കൂടുതൽ ഞാൻ സംസാരിച്ചിട്ട് ടൈം കളയുന്നില്ല. നമുക്ക് പഠിക്കാം. പിന്നെ ഞാനിവിടെ ചിലപ്പോൾ കുറേ റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ അതായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളത്. എനിക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി കംഫർട്ടബിളായി തോന്നിയിട്ടുള്ളത്. കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഓക്കെ, ഇത് റിപ്പീറ്റേഷൻ വരുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല, റെഡി ആവുന്നില്ല. ഞാൻ എന്തായാലും 10 മിനിറ്റിൽ കൂടുതൽ ഉള്ള വീഡിയോസൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. 10 മിനിറ്റ് മാക്സിമം അതേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോവാം. ഇതിങ്ങനെ കുറേ റിപ്പീറ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സുഖം ആവും. ഓക്കെ. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. എഴുതിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് എന്തായാലും ടെലഗ്രാമിൽ ഇത് ഫോട്ടോസായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയും ഇടാൻ നോക്കാം. പിന്നെ എന്താ, എഴുതിയെടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണയും കൂടി എഴുതുന്നൊരു സംഭവം കൂടി ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇയർഫോൺ വെച്ചിട്ട് ഒന്ന് കേൾക്കുക. എന്നിട്ട് ഒരു തവണ കേട്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു തവണ കേൾക്കുക. ഓക്കെ. ആ രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ സീരീസ് ഫുള്ള് കണ്ടിന്യൂ ചെയ്ത് കാണാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എന്നുള്ള മാക്സിമം സ്കോർ നമുക്ക് കിട്ടുമോ നോക്കാം. ഓക്കെ. നമുക്ക് ശ്രമിക്കാം. ഓക്കെ. അപ്പം എന്തായാലും കിട്ടുമായിരിക്കും അല്ലേ? നമ്മൾ ഇത്രയും ട്രൈ ചെയ്യുന്ന സ്ഥിതിക്ക്, നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും റിസൾട്ട് ഇല്ലാതിരിക്കുമോ? ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ ഭാഗം ചെയ്തു തീർക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മുഖ്യമന്ത്രി. നമ്മളുടെ മുഖ്യമന്ത്രി ആരാണ്? ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല. എല്ലാവർക്കും അറിയാം. വി.ഡി. സതീശൻ സാറാണ് നമ്മളുടെ പുതിയ മുഖ്യമന്ത്രി. 24ാമത്തെ മുഖ്യമന്ത്രിയാണ് കേട്ടോ. എന്നാൽ 13ാമത്തെ വ്യക്തിയാണ്. ഇത് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം. വല്ല സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? 13ാമത്തെ വ്യക്തി. ഓക്കെ. 13ാമത്തെ വ്യക്തിയാണ്. 24ാമത് മുഖ്യമന്ത്രിയാണ്. ഓക്കെ. ഇപ്പം നമ്മൾ പിണറായി വിജയൻ സാറിൻ്റെയൊക്കെ നമ്മൾ കാര്യം നോക്കുകയാണെങ്കിൽ 2 തവണയൊക്കെ മുഖ്യമന്ത്രിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ 2 തവണയും 3 തവണയൊക്കെ മുഖ്യമന്ത്രിമാരായ ആൾക്കാർ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ചേഞ്ച്. അപ്പോൾ ഞാനെന്താ പറഞ്ഞത്? 24ാമത് മുഖ്യമന്ത്രിയും 13ാമത്തെ വ്യക്തിയാണ് വി.ഡി. സതീശൻ സാറ്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ഗവർണറെ കുറിച്ചാണ് കേട്ടോ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അഥവാ രാജേന്ദ്ര അർലേക്കർ, ഇങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ ഫുൾ ഇങ്ങനെ വാക്കുകളൊക്കെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ തുടങ്ങുന്നവരോടാട്ടോ ഞാൻ പറയണത്. അർലേക്കർ അത് മതി. കൂടുതൽ ഡെക്കറേഷനൊന്നും ആവശ്യമില്ല. അർലേക്കർ എന്ന് പഠിക്കുക. ഓക്കെ. അപ്പോൾ കാരണം നമ്മളങ്ങനെ ചെറിയൊരു പോയിന്റ് അല്ലെങ്കിൽ ഹുക്കൊക്കെ ഇട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എക്സാം ഹാളിൽ കിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ വെക്കാണ്. ഈ അർലേക്കറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കുറേ അർലേക്കർമാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ടാണ്. അപ്പം നിങ്ങളിങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫുള്ളായിട്ട് പേര് പഠിക്കുകയെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പോയിന്റ് അർലേക്കർ എന്ന വാക്കെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം, മനസ്സിലാക്കണം കേട്ടോ. ഗവർണർ. ഓക്കെ. അതിൽ 2 എന്നുള്ള സൗണ്ട് ഉണ്ട്. പിന്നെ അർലേക്കറിൽ 2 എന്നുള്ള സൗണ്ട് ഉണ്ട് കേട്ടോ. മനസ്സിലായില്ല? അപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 23. ഇതൊക്കെ എല്ലാവർക്കും കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മളുടെ ചീഫ് സെക്രട്ടറി ആരാണ്? ബിശ്വനാഥ് സിൻഹ. 51ാമത് നമ്മളുടെ ചീഫ് സെക്രട്ടറിയാണ് കേട്ടോ. എന്താണ്? ബിശ്വനാഥ് സിൻഹയാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി. അപ്പോൾ 51 എങ്ങനെ മനസ്സിലാക്കാം? ഇത് ഞാൻ ചിന്തിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ബിശ്വനാഥ്. ഓക്കെ. ലോകത്തിൻ്റെ നാഥൻ. നാഥൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്. ഓക്കെ. അതായത് ലോകത്തിൻ്റെ നാഥൻ എന്ന് പറഞ്ഞാൽ ഒന്നാമതല്ലേ ഉണ്ടാവുക. അപ്പോൾ 50, 51, 52, 53 അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക ഇൻ കേസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ. അപ്പോൾ 51ാമത്. ഓക്കെ. ആരാണ്? വിശ്വനാഥ് സിൻഹ. മറക്കരുത്. അടുത്തത് കേരള നിയമസഭയിൽ കുറച്ച് നമ്മൾ മീൻസ് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. 16ാമത് കേരള നിയമസഭയിലെ ടൈം സ്പീക്കർ ആരായിരുന്നു? ജി സുധാകരനാണ് കേട്ടോ. ആരാണ്? ജി സുധാകരനാണ് കേരള നിയമസഭയിലെ ടൈം സ്പീക്കറായിട്ടുണ്ടായിരുന്നത്. ആരാണ് ഇപ്പോഴത്തെ സ്പീക്കർ?
നമ്മുടെ സ്പീക്കർ ആയിട്ടുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേട്ടോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നമ്മളുടെ സ്പീക്കർ. എന്നാൽ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? അതൊരു വനിതയാണ്, ഷാനിമോൾ ഉസ്മാൻ. എന്താ പേര്? ഷാനിമോൾ ഉസ്മാൻ. ഓക്കെ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. പ്രോ ടൈം സ്പീക്കർ ആരായിരുന്നു? ജി സുധാകരൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഞാൻ എന്താ പറഞ്ഞത്? പ്രോ ടൈം ജി സുധാകരനും സ്പീക്കർ തിരുവഞ്ചൂരും ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും. ഓക്കെ, മനസ്സിലായല്ലോ? മറക്കരുത്. അടുത്തത് പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും അറിയാം, പിണറായി വിജയൻ സാർ. അടുത്തത് ചീഫ് വിപ്പ് ആരാണ്? അബു ജോൺ ജോസഫ്. എന്താണ്? അപ്പു ജോൺ ജോസഫ്. ഓക്കെ, ചീഫ് വിപ്പ് എന്താണ്? അപ്പു ജോൺ ജോസഫ്. മനസ്സിലായല്ലോ? മറക്കരുത്. എന്താണ്? ചീഫ് വിപ്പാണ് അപ്പു ജോൺ ജോസഫ്. ഓക്കെ, വിപ്പ് അപ്പു. ഓക്കെ, വിപ്പ് അപ്പു. ഓക്കെ, മാറിപ്പോയത് കേട്ടോ. അടുത്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ ആണ് കേട്ടോ. 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൗമൻ സെൻ. എന്താണ് പേര്? സൗമൻ സെൻ. ഓക്കെ, സൗമ്യൻ. ഓക്കെ, സൗമ്യനാണ് നമ്മളുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 40ാമതാണ്. പിന്നെ അടുത്തത് അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു. ഭയങ്കര രസമല്ലേ പേരേക്കൻ? ജാജു ബാബു. എന്താണ്? ജാജു ബാബു ആണ് നമ്മളുടെ അഡ്വക്കേറ്റ് ജനറൽ. ഓക്കെ, ജനറൽ ജാജു. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തത് ലോകയുക്ത. എന്താണ്? ആരാണ് നമ്മളുടെ ലോകയുക്ത? അനിൽകുമാർ. എന്താണ് പേര്? അനിൽകുമാർ. എൻ അനിൽകുമാർ ആണ് നമ്മളുടെ ലോകയുക്ത. മനസ്സിലായല്ലോ? ലോകയുക്ത എൻ അനിൽകുമാർ. അടുത്തത് ഉപലോകയുക്തമാരുണ്ട് 2 പേര്. അതുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ജസ്റ്റിസ് അശോക് മേനോനും പിന്നെ ജസ്റ്റിസ് ഷിർസി. എന്താണ്? ഷിർസിയും അശോക് മേനോനുമാണ് ഉപലോകയുക്തമാർ. മനസ്സിലായല്ലോ? മാറിപ്പോവില്ലല്ലോ? അപ്പോൾ അടുത്തത് നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷന്റെ നമ്മുടെ ചെയർപേഴ്സൺ ആരാണ്? അത് വി.ഡി. സതീശൻ സാറാണ് കേട്ടോ. നമുക്കറിയാലോ അതാരാ വരിക? നമ്മുടെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും പ്ലാനിംഗ് കമ്മീഷന്റെ പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ. ഓക്കെ, അടുത്തത് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ആയിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആരാണ് ചെയർമാൻ? വി.ഡി. സതീശനും. വൈസ് ചെയർമാൻ ആരാണ്? വി.കെ. രാമചന്ദ്രൻ. എന്താ പേര്? വി.കെ. രാമചന്ദ്രൻ. മറന്നു പോകരുത്. അടുത്തത് കേരള ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഓക്കെ, PSC ഉദ്യോഗാർത്ഥികൾ മറക്കാൻ പാടില്ലാത്തൊരു പേരാണ്. എന്താണ്? വി.പി. ജോയ്. എന്താ പേര്? വി.പി. ജോയ്. എന്താണ്? കേരള ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. അടുത്തത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അല്ലെങ്കിൽ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. എന്താണ്? അലക്സാണ്ടർ തോമസ്. അലക്സാണ്ടർ തോമസ്. മാറിപ്പോവരുത്. ഓക്കെ, ഇൻ കേസ് മാറിപ്പോവാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കാം, മനുഷ്യന്മാരാണ് സൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ, അലക്സ് സൗണ്ടർ. ഓക്കെ, അങ്ങനെയൊക്കെ പഠിക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെച്ചും പഠിക്കാം, ഇല്ല എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ ഒന്ന് പഠിച്ചു നോക്കും. ഓക്കെ, അലക്സാണ്ടർ തോമസ്. സൗണ്ട് ഉണ്ടാക്കുന്നത് മനുഷ്യൻ. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ, പിന്നെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി ഹരിനായർ. ഇതെങ്ങനെ പഠിക്കാം? വി ഹരിനായർ എന്നല്ലേ? വി ഹരി എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടോ? വി ഹരി, വിവര, വിഹരി, അങ്ങനെ ഒരു വി കണക്ഷൻ ഇല്ലേ? ആ ഒരു വി കണക്ഷനിൽ വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, എന്താണ്? വി ഹരിനായരാണ് വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. അടുത്തത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എൻ ശേഷാദ്രിനാഥൻ. എന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എൻ ശേഷാദ്രിനാഥൻ. ഈ പേര് പറയുന്നതിനെ കുറച്ച് നമ്മൾ തെരഞ്ഞെടുക്കണ്ടേ? ഈ പേര് നമ്മൾ പഠിക്കാൻ തന്നെ ഒന്ന് തെരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. എന്താ മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? ശേഷാദ്രിനാഥനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. മാറിപ്പോകരുതേ. അടുത്തത് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ എ കൗശികൻ. എന്താണ്? എ കൗശികനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇങ്ങനെ പേരൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ പേര് കേൾക്കുന്നത്. ലൈക്ക് ഇത് പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ പേര് കേട്ടിട്ടുള്ളത്. അപ്പം എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മറക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അത് നമ്മൾ ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരാണ്, നമ്മളതിനെ മറക്കാൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. എന്താണ്? ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് എ കൗശികൻ. ഓക്കെ, ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഓക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ല, ഇലക്ടറൽ ഓഫീസർ കേട്ടോ. ഇലക്ഷൻ കമ്മീഷണറും ഇലക്ടറൽ ഓഫീസറും രണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ ശേഷാദ്രിനാഥൻ തെരഞ്ഞെടുപ്പ്, അതായത് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ടറൽ ഓഫീസർ എ കൗശികനുമാണ് കേട്ടോ. IAS ആണ്. പിന്നെ അടുത്തത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? സതീദേവി. 7ാമതാണ് കേട്ടോ. 7ാമത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവിയും അതേപോലെ തന്നെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടിയാണ് കേട്ടോ. ഇത് മാറിപ്പോകരുത് കേട്ടോ. ഇത് ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്. ഞാനിപ്പോൾ അടിവരയിട്ട് പറയാണ്, ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ്? വനിതാ വികസന കോർപ്പറേഷനാണ്. വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ റോസ് കൊടുക്കണം. വികസനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ റോസ് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്? മനസ്സിലായല്ലോ? അപ്പോൾ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ റോസ് കൊടുത്തപ്പോൾ എന്ത്? റോസക്കുട്ടി. ഓക്കെ, KC റോസക്കുട്ടി. എന്നാൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? സതീദേവി. ഇത് ഞാൻ ചിലപ്പോൾ പൊട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാം, പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിലപ്പോൾ ഇങ്ങനെ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കണക്ട് ആവുക എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് വെച്ചിട്ടാണ് പഠിക്കാറ്. അത് തമ്മിൽ പ്രോപ്പർ കണക്ഷൻ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ എന്തൊക്കെയോ ഒരു നമ്മൾ ചിലപ്പോൾ ആൻസർ എഴുതുന്ന സമയത്ത് അയ്യോ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് ഓർത്തിട്ടാണ് എഴുതാറ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി.
കറക്റ്റ് അർത്ഥം തേടി പോകരുത്. ഇവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ. പിന്നെ അടുത്തത് പോലീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. നമ്മളുടെ സംസ്ഥാന പോലീസ് മേധാവി അതായത് DGP ആരാണ്? റവാഡ എ ചന്ദ്രശേഖർ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൈക്ക് നമ്മൾ PYQ ചെയ്യുമല്ലോ, അപ്പോൾ ഈ PYQ ചെയ്തതിൽ ഇന്ന് കണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നത്. എനിക്ക് നമ്മുടെ സംസ്ഥാന DGP ആരാണെന്നുള്ളത്. ഓക്കെ, DGP ആരാണ്? റവാഡ എ ചന്ദ്രശേഖർ. ഓക്കെ. അടുത്തത് വിജിലൻസ് ഡയറക്ടർ ആരാണ്? മനോജ് എബ്രഹാം. എന്താണ്? മനോജ് എബ്രഹാം. ഓക്കെ, മനോജ് എബ്രഹാം ആണ് വിജിലൻസ് കമ്മീഷണർ, വിജിലൻസ് ഡയറക്ടർ. ഓക്കെ. എക്സൈസ് കമ്മീഷണർ ആരാണ്? ശ്രീറാം സാംബശിവറാവു IAS. എന്താണ്? എക്സൈസ് ശ്രീറാം സാംബശിവറാവു IAS. ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളില്ലേ, ഞാനിപ്പം എന്തെങ്കിലും ചെറിയ ചെറിയ അനാവശ്യമായുള്ള കോഡുകളായിരിക്കും ഉപയോഗിക്കുക. അപ്പം നിങ്ങൾ വന്നിട്ട് അയ്യോ ഞാനിങ്ങനെ പറഞ്ഞു അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, ഇത് വെറും പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്റർടൈൻമെന്റ് അല്ല, പഠിക്കാനുള്ള പർപ്പസ്, എഡ്യൂക്കേഷണൽ പർപ്പസ്. ഓക്കെ. എക്സൈസ് കമ്മീഷണർ എന്നല്ലേ ഞാൻ പറഞ്ഞത്? സാംബശിവറാവു. ഇത് ഫുൾ പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. ഈ സാംബശിവ എന്നുള്ളത് നമുക്ക് സൂംബ എന്നുള്ളൊരു ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ, അതെന്തിനാണ് ഉപയോഗിക്കുക? എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ പലരും. ഓക്കെ, എനിക്ക് അതിന് കറക്റ്റ് സാധനങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ സൂംബ എന്ന് പറയുന്ന ഡാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. എക്സസൈസിന് പകരം എന്നല്ല, അതൊരു ഫോം ഓഫ് ലൈക്ക് ഇങ്ങനെ ബോഡി ഇങ്ങനെ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള എന്തോ സംഭവമാണെന്ന് എനിക്കറിയാം. അത്രയും എനിക്ക് കൂടുതൽ അറിയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യുക. ഓക്കെ, എന്താണ്? എക്സൈസ് കമ്മീഷണർ ആണ് ശ്രീറാം സാംബശിവറാവു IAS. മനസ്സിലാക്കണം, മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ ഞാൻ ഒരു ടീച്ചർ, നിങ്ങൾ കുട്ടികൾ എന്നുള്ള രീതിയിൽ ഒരു ബന്ധമേ ഇല്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഒക്കെ പഠിക്കുകയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാനും നിങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടണം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സംഭവമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം പഠിക്കുക. പിന്നെ കഷ്ടപ്പെട്ട കിട്ടാതിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതിൻ്റെ പുറത്താണ് ഞാൻ ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ നല്ലോണം പഠിക്കുക. പിന്നെ ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾ രണ്ടാമതൊരു തവണ റിവൈൻഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം ഈ കാര്യം മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.